ഹായ് വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ തങ്കാലം കണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ തിയേറ്ററിലാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമന്റ് എഴുതാം. ഈ ചാനലിൽ നമ്മൾ എല്ലാതരം റിവ്യൂ ഇടാറുണ്ട്. പക്ഷേ തങ്കാലം നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ OTT പടങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങളത് OTTയിലേക്ക് വെക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയോടെ ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. കാരണം ഒരു പാരഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറിന്റെ ഡെഡിക്കേഷൻ ഓരോ ഫ്രെയിമിലും അത്രമാത്രം ക്രാഫ്റ്റ് ചെയ്തേക്കാണ്. ഡയറക്ഷന്റെ കാര്യം ഒന്നും പ്രത്യേകിച്ച് പറയണ്ട. പിന്നെ എടുത്ത് പറയേണ്ടത് BGM ആൻഡ് മ്യൂസിക്. GV പ്രകാശ് വേറെ ലെവലാക്കി ചെയ്തിട്ടുണ്ട്. പക്ക ഇന്റർനാഷണൽ ലെവൽ പരിപാടി അതിനകത്ത് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് പാർവതി പാർവതി അന്യായം. ഒരു തമിഴ് ലേഡി അത്ര ഒരു 10-200 വർഷം പഴക്കമുള്ള ഒരു കഥ കാണിക്കുമ്പോൾ ആ ഒരു ലെവൽ പെർഫോമൻസ്, അത് തമിഴിന്റെ ഒറിജിനൽ ലാംഗ്വേജ് അതിൻ്റെ അകത്ത് പല ഭാഗങ്ങളിൽ യൂസ് ചെയ്തിരിക്കുന്നു. അപ്പം വേറെ ലെവൽ കാസ്റ്റിങ്. അതുപോലെ തന്നെ മാളവിക ഉണ്ട്, ചിയാൻ വിക്രം. ഒന്നും പറയാനില്ല. പുള്ളിയുടെ പെർഫോമൻസിന് നമുക്ക് 1% പോലും അയ്യെന്നോ ക്രിഞ്ചോ ഇല്ലെങ്കിൽ എന്താ പറയാ, ചിയാൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോർമേഷന്റെ ആളെ നമുക്കറിയാം. പക്ഷെ പുള്ളി ഇതിൽ വെറൈറ്റി, ഒരു ഒരു പക്ക ഇന്റർനാഷണൽ ഫിലിം. നമ്മളിത് ഹോളിവുഡ് ലെവൽ എന്ന് പറയണ്ട, നമ്മുടെ ഇന്ത്യൻ സിനിമ, അതിൽ തമിഴ് സിനിമ, ലോക നിലവാരത്തിലുള്ള തമിഴ് സിനിമ. അത് KGF പ്രതീക്ഷിച്ച് നിങ്ങളിത് പോകരുത്. ഒരു സ്ലോ പേസിൽ അതിന്റെ കഥയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് എങ്കിൽ കൂടി ഒരു പക്ക പൊളിറ്റിക്കലി സ്റ്റഫാണ് സിനിമ. തീർച്ചയായിട്ടും നിങ്ങളെ നിരാശപ്പെടുത്താൻ ചാൻസ് ഇല്ല. എന്ന് കരുതി ഇതൊരു മാസ് ആക്ഷൻ പരിപാടി അല്ല. ഒരു ക്രാഫ്റ്റ് കാണാൻ നിങ്ങൾ തിയേറ്ററിൽ പോകണമെങ്കിൽ പൊളിക്കും. കട്ട് ചെയ്തു.